കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവിൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവരാരെന്ന് തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്നും വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? സിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞ ആ വചനം ശ്രവിച്ചിട്ട് അവൻ്റെ ശിഷ്യഗണത്തിൽ ചിലരൊക്കെ അതിൽ വിശ്വസിക്കാതെ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പിറുപിറുത്തുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ കർത്താവ് വീണ്ടും വളരെ ശക്തമായ രീതിയിൽ വിശുദ്ധ കുർബാനയെപ്പറ്റി, തൻ്റെ ശരീരവും രക്തവും എല്ലാവർക്കും ഭക്ഷണവും പാനീയവുമായി നൽകുന്നതിനെപ്പറ്റി കൂടുതൽ ആഴമായിട്ട് ഇന്ന് സുവിശേഷത്തിലൂടെ വിവരിക്കുകയാണ്. സ്ലീഹന്മാരുടെ ജീവിതത്തിൽ ചിലർക്കെങ്കിലുമൊക്കെ ഒരു വ്യക്തതയില്ലായ്മ, ഇതെങ്ങനെ വിശ്വസിക്കുമെന്നൊക്കെയുള്ള ഒരു തോന്നൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അതിനുശേഷം അവനെ വിട്ട് അവർ പോവുകയുമൊക്കെ ചെയ്തു. ദിവ്യകാരുണ്യം നിത്യജീവൻ നൽകുന്ന അപ്പമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഈശോയുടെ കുരിശിലർപ്പിച്ച ആ ദിവ്യ യാഗത്തിലൂടെ മാനവകുലത്തിന് അവൻ രക്ഷയായി മാറിയെന്നും അവൻ മരണത്തെ അതിജീവിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്തുവെന്നും മരണമില്ലാത്തവൻ സകലരുടെയും രക്ഷയ്ക്കു വേണ്ടി ദിവ്യകാരുണ്യമായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ എന്നും നമ്മുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്നു, അതിലൂടെ നിത്യജീവൻ നമുക്ക് പ്രാപിക്കാമെന്നുമൊക്കെയുള്ള ആ ദിവ്യ വചസ്സുകൾ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധം അവർ പറയുകയാണ്, ഇതെങ്ങനെ സാധിക്കും, ഇത് കഠിനമാണ് എന്ന്. പ്രിയമുള്ളവരെ, മരണമില്ലാത്ത ദൈവം, മരണത്തെ അതിജീവിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്ത ദൈവം മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് നൽകുന്ന നിത്യജീവൻ്റെ അപ്പമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ദിവ്യകാരുണ്യത്തിലൂടെ ദൈവം മനുഷ്യനുമായിട്ട് ലയിക്കുന്ന ഒരു അനുഭവമാണ്. തൻ്റെ ശരീരവും രക്തവും മനുഷ്യർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പങ്കുവയ്ക്കുന്ന ദിവ്യ കാരുണ്യത്തെയാണ് വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുന്നത്, ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ജീവനില്ലാത്ത ജഡത്തെ ഭക്ഷിക്കുന്ന നരഭോജികളായിട്ടല്ല, അതിനപ്പുറം മരണമില്ലാത്തവനെ എന്നെന്നും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് ദിവ്യകാരുണ്യത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത്.
ജീവനുള്ള ദൈവത്തെയാണ് പ്രിയമുള്ളവരെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ കണ്ടുമുട്ടുക. ആ ദൈവമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. ജീവനില്ലാത്ത അപ്പമല്ല, നിർജീവമായ ഒരപ്പമല്ല, തുടിക്കുന്ന ഹൃദയമുള്ള ജീവൻ്റെ അപ്പം. തുടിക്കുന്ന ഹൃദയമുള്ള ദൈവമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മരണമില്ലാത്തവൻ അവൻ്റെ ജീവൻ നമുക്ക് പകർന്നു തരുമ്പോൾ അത് നമുക്ക് നിത്യമായ ഒരു ജീവൻ, നിത്യതയുടെ കവാടങ്ങൾ തുറന്നു തരുന്ന ആ വലിയ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് മരണമില്ലാത്ത ദൈവം അവൻ്റെ ശരീരവും രക്തവും നമുക്ക് പകർന്നു തരുമ്പോൾ ആ മരണമില്ലാത്ത അവസ്ഥ, നിത്യതയുടെ അനുഭവം നമുക്കും പകർന്നു തരികയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യതയുടെ അപ്പമായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്ന ഈശോയെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവനെ നമുക്ക് സ്നേഹിക്കാം. സ്ലിഹന്മാർ പറയുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? അവർ പിറുപിറുത്തുകൊണ്ട് ജീവിതത്തിൽ ഇതിനെപ്പറ്റി ഒരു വ്യക്തതയില്ലാതെ അവനെ ഉപേക്ഷിച്ചു പോകുന്നതായിട്ട് നമ്മൾ വിശുദ്ധ ലിഖിതങ്ങളിൽ ഇന്ന് വായിച്ചു കേൾക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയെ നമുക്കറിയണമെങ്കിൽ അത് ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ശരീരവും രക്തവുമാണ്. മരണമില്ലാത്തവൻ മരണമില്ലാത്ത അവസ്ഥയിലേക്ക്, പാപത്തിലൂടെ മരണത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോകുവാൻ സാധ്യതയുള്ള മനുഷ്യകുലത്തെ അവൻ്റെ ജീവൻ നൽകിക്കൊണ്ട് കൈപിടിച്ചുയർത്തുന്ന വലിയ അനുഭവം, നിത്യരക്ഷയുടെ വലിയ അനുഭവമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ വിശ്വാസത്തോടെ ഈ ദിവ്യകാരുണ്യത്തെ നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കണം. തുടിക്കുന്ന വിശ്വാസത്തോടെ, ജീവനുള്ള വിശ്വാസത്തോടെ, നിർജീവമായ വിശ്വാസത്തോടു കൂടി അല്ലായിരിക്കണം പ്രിയമുള്ളവരെ. ഇങ്ങനെ ജീവനുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് ജീവനായിട്ട് മാറുന്നു. ആ ജീവനുള്ള ദൈവത്തെ നമ്മൾ അറിയണമെങ്കിൽ ഒരു ശാരീരിക തലത്തിൽ നമുക്കവനെ അറിയുവാനായിട്ട് സാധിക്കുകയില്ല. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുകയാണ്, ആത്മാവാണ് നിങ്ങൾക്ക് ജീവൻ പകർന്നു തരുന്നത്. ആത്മാവാണ് ഇതെല്ലാം നിങ്ങൾക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് ആ വലിയ അനുഭവത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുക. പ്രിയമുള്ളവരെ, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് മാത്രം മനസ്സിലാക്കുന്ന നിത്യജീവൻ്റെ വചസ്സുകളാണ് ഈശോ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിത്യജീവൻ്റെ വചനത്തിലൂടെ വലിയ അഭിഷേകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, പിതാവിൽ നിന്നും വരം ലഭിച്ചവർക്കല്ലാതെ ആർക്കും എന്നിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല. പിതാവിൻ്റെ വരം, പിതാവിൻ്റെ അഭിഷേകം, പുത്രസ്വീകാര്യത്തിൻ്റെ ആ വലിയ കൃപയുടെ ആ സമയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നമ്മൾ സ്വീകരിക്കുന്ന ദിവ്യ കൂദാശിയെ, ദിവ്യകാരുണ്യത്തെ, ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശരീരവും രക്തവുമാണെന്ന് ദൃഢമായിട്ട് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം തുടിക്കുന്ന ഹൃദയമുള്ളവൻ്റെ ആ ശരീരവും രക്തവുമാണെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രിയമുള്ളവരെ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ആ വരം, അഭിഷേകം, കൃപ നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിലേക്ക് കടന്നു വരുവാൻ, ദിവ്യകാരുണ്യത്തെ അറിയുവാൻ, ദിവ്യകാരുണ്യത്തിൽ വിശ്വസിക്കുവാൻ, ദിവ്യകാരുണ്യത്തിൽ ലയിച്ചു ചേർന്നുകൊണ്ട് ആ നിത്യതയുടെ ദൈവം നമുക്കായി തുറന്നിരിക്കുന്ന കവാടത്തിലൂടെ നിത്യജീവൻ കൈവശമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.